ഒന്ന് ഹോൾഡ് ചെയ്യണേ. രമേശേ, നാളെ വീടിൻ്റെ പുറഭാഗത്തായിട്ട് കുറച്ച് പണിയുണ്ട്. ആ ചപ്പും ചവറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടെ ഒരു 3-4 അടി താഴത്തൊരു കുഴി എടുത്തിടണം. ഫംഗ്ഷൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അന്ന് തുടങ്ങിക്കോട്ടോ സാർ. അപ്പം നമ്മുടെ പരിപാടി അറേഞ്ച്മെന്റ്സ് എല്ലാം റെഡിയാണ്. നമ്മുടെ വൈകിട്ടത്തേക്ക് ബലൂൺ അറേഞ്ച്മെന്റ്സിലേക്ക് ആളുകൾ വരും. പിന്നെ സാറിന്റെ ബ്രദറിനെ പറഞ്ഞുകൊണ്ട് വൈകിട്ടത്തെ ഫുഡ് മെനുവിലേക്ക് ഒരു 2 എക്സ്ട്രാ ഡിഷ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 200 രൂപ എക്സ്ട്രാ ആവും പ്ലേറ്റിന്. അത് മുഴുവൻ 800 രൂപ. പരിപാടി എറണാകുളത്തോടെ ലെമൺ ചീറ്റി വിളിച്ചോ? ഇല്ല. എന്റെ അളിയെ വിളിക്കളിയാ. വിളിച്ചോളാളിയാ. കുഞ്ഞിന്റെ പിറന്നാളല്ലേ അളിയെ വിളിക്കായിരുന്നു. എങ്ങനെയാ? ഞാൻ വിളിക്കാളിയാ. ഇല്ലെങ്കിൽ ഞാൻ വിളിക്കാം. എന്റെ ഉണ്ട്, ഞാൻ വിളിച്ചോ. സാറേ, രമേശ, പണിയെല്ലാം കഴിഞ്ഞായിരുന്നു. ഇതും കഴിഞ്ഞായിരുന്നല്ലേ? സുനിൽ ചീറ്റി വിളിച്ചോ? കിട്ടിയോ നമ്പർ? സാർ 2 ദിവസം കഴിഞ്ഞിട്ടൊരു പണിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അഡ്വാൻസ് തന്നിരുന്നില്ലേ? എന്തോ അഡ്വാൻസ്? മറ്റന്നാളത്തെ പണി മറ്റന്നാൾ അന്നേരം പൈസ തരാം. അല്ലാതെ ഇപ്പൊ കിടന്ന പൈസ തരത്തില്ല. അത് പോയപ്പോ ഇവിടെ 100 കൂട്ടം പ്രശ്നങ്ങൾ ഇരിക്കും. എനിക്കൊന്നും ഒരു പണിയില്ലോ. എന്തും പണ്ടത്തിലോ പൈസ എടുത്ത് കൊടുത്തിരുന്നെങ്കിലോ അവര് പിന്നെ ഫോൺ പോലും എടുക്കത്തില്ല. എനിക്കറിയാവുന്നേ, ഇന്നലേക്ക് നാളെ പിന്നെ ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അളികളി വെറുതെ ഇരിക്കാ. സുനിൽ ചീറ്റി വിളിയാ. രമേശിനെ വിളിച്ചില്ല. അളികളി എന്തോ കാണിക്കോ? ഒരു പ്ലേറ്റിനാണെങ്കിൽ 800 രൂപ. അവരെ വിളിച്ച കുടുംബസമേതം ഇങ്ങ് വരും. അളിന് വേറൊരു പണിയില്ല. അളി മോള് ഇവിടെ നിൽക്കണോ? കേക്ക് കെട്ടിയണ്ടേ? ഡ്രസ് ചേഞ്ച് ചെയ്യാം. ഇതാരും രമേശ് മാമ എനിക്ക് തന്നതാ. രമേശ് എടാ, ഞാനില്ലേ ബർത്ത്ഡേ കാര്യം നിന്നോട് പറഞ്ഞു വിട്ടുപോടാ. കുഞ്ഞിലേട്ട് കാണുന്നില്ലേ കുഞ്ഞിനെ? ഒരു പിറന്നാൾ സമ്മാനം കൊടുത്തന്നേ ഉള്ള. അത് സാരമില്ല, നീ വന്ന് കഴിച്ചിട്ട് പോ. കേക്ക് കട്ടിയ സമയം ഇല്ല, എനിക്ക് പോകണം. ഞാൻ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ മേടിച്ചിട്ടായിരുന്നു. അവിടെ ഇന്ന് പണി ചെയ്ത് കൊടുക്കണം. പൈസ അത്യാവശ്യമായിട്ട് ആവശ്യമുണ്ടായിരുന്നു.